നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ഗോതമ്പ് പായസമാണ്. നമ്മൾ പലർക്കും അറിയാം ഇത് ഉണ്ടാക്കാനായിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ. പക്ഷേ ഇത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഗോതമ്പിൻ്റെ വേവ് കറക്റ്റ് ആവണം. മിക്കവരും ഗോതമ്പ് കുക്കറിലായിരിക്കും വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിക്കുമ്പോൾ മിക്കവാറും ഗോതമ്പ് വെന്ത് പോവും. ചിലപ്പോഴൊക്കെ അടി പിടിക്കാനും സാധ്യതയുണ്ട്. മുമ്പ് നമ്മൾ വാങ്ങിക്കാറുള്ള ബ്രോക്കൺ വീറ്റിനേലും കുറച്ചും കൂടി പൊടിയായിട്ടായിരിക്കും ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ബ്രോക്കൺ വീറ്റ്. അപ്പോൾ അത് വേവിക്കുമ്പോൾ ഒന്നും കൂടി സൂക്ഷിച്ച് വേവിച്ചില്ലെങ്കിൽ വെന്ത് കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മെത്തേഡിൽ ഗോതമ്പ് വേവിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വെന്തൊന്നും പോവാതെ ഗോതമ്പ് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ കുക്കറിൻ്റെ സഹായമൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഗോതമ്പ് പായസം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് പായസം ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അല്പം കട്ടിയുള്ള കുറച്ച് വലിയ സ്റ്റീൽ പാത്രം ആയാലും മതി. അതിനകത്തേക്ക് നമുക്ക് 2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഗോതമ്പ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 6 കപ്പ് നല്ല തിളച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് നുറുക്ക് ഗോതമ്പിന് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് അടച്ചു മൂടി വയ്ക്കാം. അപ്പോൾ ഏതാണ്ട് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തേങ്ങാപ്പാലൊക്കെ എടുത്ത് വയ്ക്കാം. അതൊക്കെ അളന്ന് തന്നെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ഒരു തേങ്ങ ചിരണ്ടിയപ്പോൾ ഏതാണ്ട് 3 കപ്പ് തേങ്ങ ഉണ്ടായിട്ടോ. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് 2.5 കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ആ തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് 2 കപ്പ് രണ്ടാം പാൽ ഈ ഗോതമ്പിലേക്ക് കുതിർന്ന് വന്ന ഈ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലർക്ക് തേങ്ങാപ്പാൽ അധികം എടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ തേങ്ങയുടെ അളവ് കുറച്ചെടുത്താൽ മതി. പക്ഷേ ഒന്നാം പാലും രണ്ടാം പാലും ഈ അളവിൽ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു കട്ടിയിൽ ഉരുക്കിയ ശർക്കര 2.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. അത് 2.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് മധുരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് കൂടുതലുമില്ല, അത്യാവശ്യം മധുരം ഉണ്ടായിട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇത് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വീണ്ടും 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെന്തു പോയിട്ടില്ല. നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നതെങ്കിലും ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുക്കി പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ടൈം തന്നെ ഇതിനും വേണ്ടി വന്നുള്ളൂ. എക്സ്ട്രാ ടൈം ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതാണ് കുക്കറിൽ വയ്ക്കുന്നതിനേക്കാളും എളുപ്പവും പിന്നെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നതും ഇങ്ങനെ വയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കണേ. മിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 5-6 ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടി. ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇത്രയും കുറുകിയാൽ മതിയാകും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഞാൻ വല്ലാണ്ട് തിക്കായ പാലൊന്നും അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 കപ്പ് തേങ്ങ ചിരണ്ടിയത് വെച്ചിട്ടാണ് 2.5 കപ്പ് ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ ഒന്നാം പാലിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം വല്ലാണ്ട് തിക്കായി പോവും. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മുടെ പായസം ഇരിക്കാനായിട്ട്. കാരണം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി തിക്കായി വരും. അപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. 1 മിനിറ്റ് മാത്രം ഇളക്കിയാൽ മതി. ഇനി ഇത് തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൂസിലിരിക്കുമ്പം പായസം വല്ലാണ്ട് ലൂസായാലോ എന്ന് ഒട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നും കൂടെ നമ്മുടെ കറക്റ്റ് അളവിൽ ഇത് കുറുകി വന്നിട്ടുണ്ടാവും.
അപ്പോൾ ഇതുവരെ നമ്മൾ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയും വറുത്ത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്